ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. അതായത് കുറച്ച് പേര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പതിയെ മനസ്സുകൊണ്ട് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പേഴ്സൺ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ ഇവർ മൂവ് ഓൺ ചെയ്ത് പോയി എന്നറിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ സ്ഥിതി എന്തായിരിക്കും, അവരെത്തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇത് മുഖാന്തരം എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് റെസനേറ്റായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ കണ്ട ശേഷം ആ ഒരു എനർജി ലീവ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ടുള്ള അവരുടെ തോട്ട്സ്, മെമ്മറീസ് എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ മെയിൻ കാർഡ്സായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ചേഞ്ച് ആൻഡ് ഫുൾഫിൽമെൻറ്റ് എന്നീ കാർഡുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് മറ്റ് 2 ഡെക്കുകളിൽ നിന്ന് വന്നിരിക്കുന്ന കാർഡുകൾ എന്തൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായി ആരംഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ളൊരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് സംഭവിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡ് പോലെ, ആ ഒരു 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി പോലെ അത്രത്തോളം പെയിൻഫുള്ളായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയധികം പ്രോബ്ലംസ് ഉണ്ടായിട്ടും നിങ്ങളിതിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നൊരവസ്ഥ തന്നെയാണെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാം, നിങ്ങളിത് വിട്ടു പോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ത്യാഗം സഹിച്ചാലും നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാളെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കില്ല, നിങ്ങളിതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അവർക്ക് സംഭവിക്കുന്നത് അവരുടെ ആ ഒരു ഓവർ കോൺഫിഡൻസിനുള്ള ഒരു അടിയാണ്. അതുപോലെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 10 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനോടൊപ്പം തന്നെ അവർക്ക് പിന്നിൽ നിന്ന് കുത്തിയേൽക്കുക, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചവർ ചതിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു തോട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് അവരൊരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് താങ്ങാവുന്നതിലപ്പുറമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അവർ ചിലപ്പോൾ അവരൊരു വിക്ടിമാണ് എന്നുള്ള രീതിയിലായിരിക്കും കാണുക. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 3 ഓഫ് സോർഡ്സിന് താഴെ വന്നിരിക്കുന്നത് ആ ഒരു ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒറ്റപ്പെട്ടു പോയതുപോലെ അവർ ചിന്തിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇനി മറ്റാരും അവർക്ക് കൂട്ടായിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാളും കുറച്ച് അകലെയാണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇനി അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിലില്ല. അപ്പോൾ നിങ്ങളെ അവർക്ക് വേണ്ടുന്നൊരു സമയത്ത് കിട്ടില്ല എന്ന് കാണുമ്പോൾ അവർ തീർച്ചയായിട്ടും തളർന്നു പോകുന്നൊരവസ്ഥ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ, ലോൺലിനെസ് അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണ്. അതുപോലെ പിന്നീട് മേലാൽ അങ്ങോട്ട് ആരെയും വിശ്വസിക്കാനായിട്ടുള്ളൊരു ട്രസ്റ്റ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പിൽ പോകുന്നവരോ, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഏതെങ്കിലും തരത്തിൽ പിണക്കത്തിലായിട്ടുള്ള വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത്ര കെയർ ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പരിഗണന തരാതിരിക്കുക. ഒരു പക്ഷേ നേരത്തെ നിങ്ങളോട് വലിയ കാര്യവും അടുപ്പമൊക്കെ കാണിച്ചൊരു വ്യക്തികൾ ഇപ്പോൾ നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവഗണന ഇനിയിപ്പോൾ സാഹചര്യവശാലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു 2 വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇവിടെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് സാഹചര്യം ഉണ്ടായാലും പോവില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കാരണം അവർ ചിലപ്പോൾ വേണ്ടുന്നൊരു പ്രാധാന്യം തന്നിട്ടുണ്ടാവില്ല, കുറച്ച് അവഗണന കാണിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ടാവില്ല. കാരണം നമ്മളുടെ കയ്യിലിരിക്കുന്നൊരു വസ്തുവിനോട് അത് പോവില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുള്ളപ്പോൾ നമ്മളതിന് വലിയ പരിഗണനയൊന്നും കൊടുക്കില്ല. ഒരു കിട്ടാത്ത സാധനം ഉണ്ടെങ്കിൽ അതിന് പുറകെ ആയിരിക്കും മനുഷ്യർ പോവുക. അതാണ് നമ്മളുടെ ഒരു ബേസിക് നേച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ആ ഒരു ട്രസ്റ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം അവർ
ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ആവുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർ വീണ്ടും നിങ്ങളിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ, ഇമ്പോർട്ടൻസ് അവർ തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ, ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഡിവിനിറ്റി അവർക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ തന്നെയായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് അതിനുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ടാരോ റീഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. യൂണിവേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഡിവിനിറ്റി എന്താണെന്നുള്ളതറിയാം. സോ നിങ്ങളിതുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇതുമായിട്ട് കണക്റ്റഡ് ആവാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ മാത്രമാണ് അവരിതെല്ലാം തിരിച്ചറിയാനായിട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ്റെ പവിത്രത എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു അവസരത്തിൽ തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു സോളോട് കൂടി മാറിപ്പോവുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു പ്രാധാന്യം, ഇത്രയും നാൾ നമ്മളുടെ മനസ്സിൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത ഒരു കാര്യത്തിനെ നമ്മൾ പിന്തള്ളുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ആ ഒരു 2 ഓഫ് കപ്സിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു നീതി ലഭിച്ചിരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന തന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവർ നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു പരിഗണന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ജസ്റ്റിസ് തന്നെ തരും എന്നുള്ളതാണ്. അപ്പോൾ ഏത് സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അകന്നു നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഈഗോ കൊണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ടാവാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രോബ്ലം, അതിനെ ഈ ഒരു പേഴ്സൺ വകവയ്ക്കാതെ നിങ്ങൾക്കിതിൽ അർഹിക്കുന്ന ആ ഒരു നീതി തന്നെ നടപ്പിലാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളിത് ഈ ഒരു വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവാം, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൽ വളരെ അസ്വസ്ഥമായിട്ടിരിക്കുന്നൊരു മൈൻഡിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഇവർ ചിലപ്പോൾ നിങ്ങളോട് ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇതൊന്നും അത്ര കാര്യമാക്കാത്ത രീതിയിലുള്ള അവഗണിച്ച് വിടുന്ന ഒരു പ്രകൃതമായിരിക്കാം ഇവർ നിങ്ങളുടെ മുൻപിൽ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഫെയർ ജസ്റ്റിസ് എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ഫെയർ ജഡ്ജ്മെൻറ്റ്, അത് തന്നെ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടപ്പിലാക്കുമെന്നുള്ളതാണ്. അതുപോലെ ഇവിടെയുള്ള പല കാർഡ്സുകളും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി വല്ലാത്ത രീതിയിൽ പാനിക്കാവുന്നു, അതായത് വല്ലാതെ പരിഭ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു വല്ലാതെ ഒരു ഡിപ്രഷൻ മോഡ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ മോഡ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്കുള്ളൊരു പരിവർത്തനം ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോകില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു എനർജിയുള്ള വ്യക്തിയായിരിക്കാം ഇവർ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഒറ്റപ്പെടുന്നുണ്ടെന്നുള്ളത്. ഒരുപക്ഷെ ഒരുപാട് പേരുടെ കൂടെ നിങ്ങളുള്ളപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ അവർ തരുന്നുണ്ടാവില്ല. ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ ആരാണ് അവർക്കൊരു പരിഗണന കൊടുക്കണം എന്നുള്ളതൊന്നും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഏറ്റവും വലിയ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിരുന്ന വ്യക്തി നിങ്ങളായിരുന്നു എന്ന് അവർ തിരിച്ചറിയാനായിട്ട് പോകുന്നത് ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആ ഒരു പാസ്റ്റ് മെമ്മറീസാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു സുഖകരമായ ഓർമ്മകളായിരിക്കാം, നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കാം. അതിനെക്കുറിച്ചെല്ലാം ഉള്ളൊരു തോട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു വ്യക്തി കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാതെ അവരുടേതായ വഴി നോക്കി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുമുള്ള അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് മാറുന്നതായിട്ട് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ സ്പിരിച്വലി ഈ ഒരു വ്യക്തി ഇവിടെ കണക്റ്റഡ് ആവുന്നതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ അത്രത്തോളം ഒരു ദൈവവിശ്വാസമൊന്നും ഇല്ലെങ്കിൽ പോലും ദൈവവിശ്വാസി ആയിരിക്കാം, പക്ഷേ ഒരു അമിതമായിട്ട് അതിനെ വിശ്വസിക്കുകയോ ട്രസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നൊരു പേഴ്സൺ അല്ലെങ്കിൽ പോലും അവർ ഈ ഒരു സമയത്ത് ഒരുപാട് ദൈവത്തോട് അടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനോട് അടുക്കുന്നതായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതും ആ ഒരു പേജ് ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പോകുന്നു എന്നറിയുമ്പോൾ അവർ വീണ്ടും അതിൻ്റെ ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ആ ഒരു പഴയ പ്രണയം അവരുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ആ ഒരു ലവ് എന്നുള്ളൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടുന്ന ഒരു ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവർ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് പൂർവ്വാധികം ഭംഗിയായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
ആ ഒരു റൊമാൻസ് അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യം കൊണ്ടായിരിക്കാം ഈ ഒരു അവോയ്ഡിങ്ങോ അല്ലെങ്കിൽ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡോ ഒക്കെ ഇവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ജസ്റ്റിസ് കാർഡ് വന്നതുപോലെ തന്നെ അവർ ഇനി എന്ത് വേണമെങ്കിലും വന്നോട്ടെ, വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉറച്ച കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ട് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ലവ് കാർഡ് കൂടി വരുമ്പോൾ നമുക്കൊന്നും കൂടി അത് ഉറപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ അത്രത്തോളം നിലനിൽപ്പോടുകൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ലവേഴ്സ് കാർഡ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ലവ് കാർഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊരു റൈറ്റ് ചോയ്സ് നടത്തും എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വ്യക്തികൾ ഇവരുടെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും പെട്ട് എന്ത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെയാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് അവരുടെ ആ ഒരു റൈറ്റ് ചോയ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ള തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക. ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതും ആ ഒരു ചാരിയറ്റ് കാർഡാണ്. ദാറ്റ് മീൻസ് ഒരു ആക്ഷൻ കാർഡാണ്, ഒരു മൂവ്മെൻ്റ് ഉള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഈഗോ പ്രോബ്ലമൊക്കെ കൊണ്ട് ഇവർ ഒന്ന് ജാടയിട്ടൊക്കെ നിൽക്കുന്നൊരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് പിടിതരാതെ ഇരിക്കുന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് ഓടി വരുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഫോർച്യൂൺസ് വീൽ എന്നുള്ളൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ആ ഒരു ട്രാജഡി എന്നുള്ളൊരവസ്ഥയിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ആ ഒരു പഴയ ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ വ്യക്തി പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ളൊരവസ്ഥയെങ്കിൽ അത് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു ഡൗൺ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നാളെ ഒരു അപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഇതിൽ ഇനിയില്ല, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരൊരുപാട് പാനിക് ആവുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു കരുതലൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സാഹചര്യവശാൽ അവർക്കത് പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഈഗോയും മാറ്റി വെച്ച് അത് എക്സ്പ്രസ് ചെയ്ത് നിങ്ങളിലേക്ക് ഓടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആ രണ്ട് മെയിൻ കാർഡ്സിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ചേഞ്ച് എന്ന് പറഞ്ഞൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും നാളും എന്തിനെയാണോ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിന്നിരുന്നത്, ആ കാര്യങ്ങൾക്കുള്ള മാറ്റം, നിങ്ങളുടെ വ്യക്തിക്ക് വരുന്ന മാറ്റം, നിങ്ങളുടെ ലൈഫിന് വരുന്ന മാറ്റം, ഇതെല്ലാമാണ് ഈ ഒരു കാർഡ് കൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നതും ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ചില വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരുപാട് നാൾ സ്ട്രഗിൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കാര്യത്തിനായിക്കോട്ടെ ഒരുപാട് പരിശ്രമിച്ചു അവരുടെ ഫുൾ എഫേർട്ടും, ചിലപ്പോൾ അതിനെ 100ൽ 110 എന്ന് പറയുന്ന പോലെ എല്ലാ എഫേർട്ടും ഇട്ട് അവർ പരിശ്രമിച്ചു കഴിഞ്ഞിട്ടും അത് നടക്കാതെ ആവുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ മടുത്തു, ഇനി വയ്യ, ഇനി എനിക്കിതിന് വേണ്ടിയിട്ട് സഫർ ചെയ്യാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തുമ്പോഴായിരിക്കും അവരത് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം അവർക്ക് അതിനപ്പുറത്തേക്ക് ഇനി അതിൽ കൊടുക്കാനായിട്ടൊന്നുമില്ല, അത്രത്തോളം അവരതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ അവരതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും അവർക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അത് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും സംഭവിച്ചു കാണുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അത് ഫാമിലി മാറ്റേഴ്സിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് പ്രയത്നം നടത്തി ലാസ്റ്റ് മതിയായി, ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് നമ്മൾ ഒഴിഞ്ഞു പോകാനായിട്ട് പോകുന്ന ഒരു നിമിഷത്തിൽ അത് നമ്മളെ തേടി വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന കാർഡ് നമുക്കിത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ കാത്തിരുന്നൊരു കാര്യം എന്താണോ അത് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു മൂവ് ഓൺ സിറ്റുവേഷനിലൂടെ ആയിരിക്കാം. കാരണം ഈ ഒരു മൂവ് ഓൺ നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ ആ ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലേക്ക് മാറുമ്പോഴാണ് അവർക്കൊരു സ്റ്റേണായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ളൊരു ഫോഴ്സ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ധൈര്യം നമുക്ക് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ അത് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പലരും സാഹചര്യങ്ങൾ വരുമ്പോൾ പേടിച്ചൊളിച്ചിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുക, ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രിഗർ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ള ധൈര്യം പുറത്ത് വന്ന് അവർ നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് കൊണ്ട് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ ഭൂരിഭാഗം വ്യക്തികളും
ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നവരാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ കുറച്ച് പേരാണ് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ തന്നെയാണ് ഈ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വ്യക്തി പ്രതികരിക്കുക, നല്ല കാര്യം എന്ന് പറഞ്ഞിരിക്കുമോ, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെയൊക്കെ അറിയിക്കാവുന്നതാണ്. പക്ഷേ ഒരാളോ രണ്ടാളോ അല്ല, കുറച്ചധികം ആൾക്കാരത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോഴാണ് നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ടല്ല. അപ്പോൾ ആ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.